സിവിൽ പോലീസ് ഓഫീസർ കഴിഞ്ഞ ദിവസം നടന്ന സിവിൽ പോലീസ് CPO എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ PSC ഇപ്പം പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ആൻസറായിട്ട് വരുന്നത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. A കോഡാണേ, ഇപ്പോഴാണ് പ്രൊവിഷണൽ ആൻസർ കീ ഇന്ന് രാവിലെയാണ് വന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നോക്കാൻ പോവുക. ഒന്നാമത്തെ ക്വസ്റ്റ്യന് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. അതുപോലെ തന്നെ സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡൻസിനെ തലസ്ഥാനത്ത് നിലനിർത്തണം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തവ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ജപ്പാനും അതുപോലെ തന്നെ ജർമ്മനിയും. അത് ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓൺലി 1 and 3 ആണ് പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് ആൻസറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഡൽഹി സർവകലാശാലയും അതുപോലെ തന്നെ ശാന്തി നികേതനും. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. ഓൺലി 3 ഉം 4 ഉം. അതുപോലെ തന്നെ നാലാമത്തെ ചോദ്യം എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ തമിഴ് സംഘകാലഘട്ടത്തിൽ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തത് മൂഷക രാജവംശവും അതുപോലെ തന്നെ രാജവംശവും. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട്. ഓൺലി 2 and 3 ആണ്. അതുപോലെ തന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കുമിതാങ് പാർട്ടിയും ഫലാങ് പാർട്ടിയും. ഓപ്ഷൻ എ ആണ് 1 and 3. അതുപോലെ തന്നെ ആറാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സൗരയൂഥത്തിൻ്റെ ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? അതിൻ്റെ ആൻസറായിട്ട് PSC പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ബുധനും അതുപോലെ തന്നെ ശുക്രനുമാണ്. ഏഴാമത്തെ ചോദ്യം അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവ്യത്തിൻ്റെ പ്രഭവ മണ്ഡലമാണ്. ഓപ്ഷൻ സി അസ്തനോഫിയർ ആണ് ആൻസറായിട്ട് വരുന്നത്. എട്ടാമത്തെ ചോദ്യം താഴെ നൽകിയിട്ടുള്ളതിൽ മീസോഫിയറിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ അങ്ങ് പറഞ്ഞു പോവാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വൈദ്യുതി ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണ്. അതുപോലെ തന്നെ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റുമാണ് ആൻസറായിട്ട് വരുന്നത്. ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് ഈ പാളിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. 1 ഉം 4 ആണ്. അതുപോലെ ഒമ്പതാമത്തെ ചോദ്യം കാരക്കോറം, സസ്കർ, പീർപ്പഞ്ചൽ എന്നീ പർവ്വത നിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കാശ്മീർ ഹിമാലയം. പത്താമത്തെ ചോദ്യം അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ 3 ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ സി കാപ്പി. 11ാമത്തെ ചോദ്യം ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഇളമ്പാരി മലയാണ്. 12ാമത്തെ ചോദ്യം ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് 2 ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി മാൻസിനസ് സി ആൻഡ് സിംഫൈലസ് എൻ ആണ്. 13ാമത്തെ ചോദ്യം പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ പേര്? ആൻസർ ഓപ്ഷൻ ഡി നീതി ആയോഗ്. 14ാമത്തെ ചോദ്യം ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി MS സ്വാമിനാഥൻ. 15ാമത്തെ ചോദ്യം ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി നബാർഡാണ്. 16ാമത്തെ ചോദ്യം സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി പണപ്പെരുപ്പമാണ്. 17ാമത്തെ ചോദ്യം സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDP. 18ാമത്തെ ചോദ്യം 2024-25 യൂണിയൻ ബജറ്റിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി നിർമ്മല സീതാരാമനാണ്. 19ാമത്തെ ചോദ്യം അതിനകത്ത് താഴെ പറയുന്ന പ്രസ്താവന ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുമെന്നാണ്. പക്ഷേ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബിയും സിയും ആണ്. അതായത് സംസ്ഥാന BC ശരി എന്നുള്ളതാണ്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. അതുപോലെ തന്നെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തത് 44ാം ഭേദഗതിയിലൂടെ. ഓപ്ഷൻ ബി ആണ്, ബിയും സിയും ശരി. 20ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ സാധൂകരിക്കുക. അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് നമുക്കറിയാം ഓപ്ഷൻ ബി ആണ്, ABD ആണ്. ABD തെറ്റെന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. 21ാമത്തെ ചോദ്യം ABD തെറ്റെന്നാണ്. 20ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ABD തെറ്റ്. 21ാമത്തെ ചോദ്യം താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ച ആരെന്ന് കണ്ടെത്തുക? ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ BR അംബേദ്കർ ആണ്.
22ാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങളാണ്. നിർദ്ദേശക തത്വങ്ങൾ. അതുപോലെ ചേരുംപടി ചേർക്കുക. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡി ആണ് വരുന്നത്. അതായത് അടിയന്തരാവസ്ഥ ജർമ്മനി, അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്ക, അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ ചുമതലകൾ അമേരിക്ക, അവശിഷ്ട അധികാരങ്ങൾ കാനഡ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 24ാം ചോദ്യം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതെന്ന് കണ്ടെത്തുക. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി സർക്കാരിയ കമ്മീഷനാണ്. 25ാമത്തെ ചോദ്യം ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം, എന്നാൽ ഈ ആദർശത്തിന് മാത്രമേ ആത്മാവിൻ്റെ വിശപ്പടക്കാൻ കഴിയൂ. ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. 26ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരെന്ന് കണ്ടെത്തുക. ഇതിന് ആൻസർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം A2 ഭയത്തിൽ നിന്നുള്ള മോചനം, ആങ് സാൻ സൂചി, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര നെൽസൺ മണ്ടേല, അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ 2 മാനങ്ങൾ ഇസയ ബെർലിൻ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് JS മില്ല്. അപ്പോൾ ഇതിന് ആൻസർ ഓപ്ഷൻ എ ആണ് 26ാം ആൻസർ. 27ാമത്തെ ക്വസ്റ്റ്യൻ നാരീശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസ്സാക്കിയതെന്ന്. ആൻസർ ഓപ്ഷൻ സി 2023 സെപ്റ്റംബർ 20. അതുപോലെ 28ാമത്തെ ചോദ്യം കേരളത്തിലെ നാടൻ കളികളുടെ പ്രചരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി. ആൻസർ ഓപ്ഷൻ ഡി കളിത്തട്ട്. 29 കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. ആൻസർ എ ഓപ്ഷൻ എ VT ഭട്ടതിരിപ്പാട്. അതുപോലെ തന്നെ 30ാമത്തെ ചോദ്യം എൻഡോസൾഫാൻ ബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി. ആൻസർ ഓപ്ഷൻ ഡി സ്നേഹ സ്വാന്തനമാണ്. അതുപോലെ തന്നെ ഈ 31ാമത്തെ ചോദ്യം പക്ഷേ ഇത് തെറ്റാണ്. ഇത് തെറ്റായിട്ട് വരുന്നൊരു നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട് ഇത് തെറ്റായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് വരുന്നത്. ആൻസർ ഇതെങ്ങനെ? അപ്പം ഇത് മിക്കവാറും ഇത് നമ്മളെന്തായാലും തെറ്റായിട്ട് നമ്മൾ എടുത്ത് പറയുന്നില്ല. അതുകൊണ്ട് ഇത് ഡിലീറ്റ് ആയി പോവും, ഉറപ്പാണ് ഡിലീറ്റ് ആയി പോവും. കാരണം നിങ്ങൾ നോക്കിയാൽ മതി, ഇതെല്ലാം തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഡിലീറ്റ് ആയി പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ 32ാമത്തെ ചോദ്യം ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലിപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ നാമം എന്ത്? ആൻസർ ഓപ്ഷൻ സി മെഗാലോബാസ്റ്റിക് അനീമിയ എന്നാണ്. 33ാമത്തെ ചോദ്യം മലേറിയ രോഗകാരികളായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഡാഷ് കോശങ്ങളിൽ എത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്തു. ആൻസർ ഓപ്ഷൻ ഡി കരളാണ്. 34ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ഹരിതഭവന പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ ഏത്? ആൻസർ ഓപ്ഷൻ ബി CO2, മീഥേൻ, CFC-N2 ആണ്. അതുപോലെ 35ാമത്തെ ചോദ്യം IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യ പ്രതിരോധം നൽകുക എന്നാണ്. 36ാമത്തെ ചോദ്യം 2024 പ്ലാന്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ. ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ എസ് ഫൈസി ആണ്. 37 പ്രകാശ വർഷം എന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? ആൻസർ ഓപ്ഷൻ ഡി ദൂരം. 38ാമത്തെ ചോദ്യം 1000 ജൂൾ പ്രവൃത്തി 2 സെക്കൻഡ് ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ട പവർ എത്ര എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി 500 വാട്ടാണ്. 39ാമത്തെ ചോദ്യം ജിയുടെ വില ധ്രുവങ്ങളിൽ ഭൂമധ്യരേഖയിൽ കുറവാണ്. ഇതിൻ്റെ കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ഭൂമിയുടെ ആകൃതിയാണ്. 40ാമത്തെ ചോദ്യം ISROയുടെ ഈയിടെ വിക്ഷേപിച്ച ഇൻസാറ്റ് 3 DS ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ്? ആൻസർ ഓപ്ഷൻ ബി കാലാവസ്ഥാ ഉപഗ്രഹമാണ്. അതുപോലെ തന്നെ 41ാമത്തെ ചോദ്യം അറ്റോമിക നമ്പർ 31 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് പീരീഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി പീരീഡ് 4 ഗ്രൂപ്പ് 13. 42ാമത്തെ ചോദ്യം കാർബൺ ഡയോക്സൈഡ് CO2 വാതകത്തിൻ്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. CO2 വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവാണ് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. 43ാമത്തെ ചോദ്യം ഇത്രയും എന്നീ മൂലകങ്ങളുടെ ലോകസ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം ഏതെന്ന് എഴുതുക. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ്. പൊട്ടാസ്യം, മഗ്നീഷ്യം, അതുപോലെ തന്നെ അലൂമിനിയം, അതുപോലെ തന്നെ സിങ്ക്. അപ്പോൾ ഇത് വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. അതുപോലെ തന്നെ 44ാമത്തെ ചോദ്യം ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ലിഥിയമാണ്. 43A 44D ലിഥിയം. 45 കൂടുതൽ വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ചെന്ന മുദ്രാവാക്യം ഏത് കായികമേളയുടെയാണ്? നമുക്കറിയാം ഓപ്ഷൻ സി ഒളിമ്പിക്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 46ാമത്തെ ചോദ്യം 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഓപ്പൺ ഹൈമർ ആണ്. അതുപോലെ തന്നെ 47
ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വരികൾ ഏത് കൃതിയിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആത്മോപദേശകമാണ്. 48ാമത്തെ ചോദ്യം CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. സാങ്കേതവും ലങ്കാലക്ഷ്മിയുമാണ് വരുന്നത്. സങ്കേതവും ലങ്കാലക്ഷ്മിയാണ് വരുന്നത്. 49ാം ചോദ്യം കണ്ണിയാർ കളി ഏത് കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവനകളാണെന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് പക്ഷേ 1, 2, 3 ശരി എന്നാണ് വരുന്നത്. അപ്പം നമ്മൾ ആൻസർക്ക് ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് തോന്നിയത് പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരമുള്ളത് മലമക്കളി, ദേശക്കളി എന്നീ പേരുകൾ അറിയപ്പെടുന്നത്. അപ്പോൾ ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയെ പ്രതിപ്പെടുത്താനുള്ള കളിയാണിതെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ അതൊന്നുകൂടെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ PSC പറയുന്നത് 1, 2, 3 ശരിയാണ്. അതുപോലെ തന്നെ 50ാമത്തെ ചോദ്യം ഇന്ത്യൻ ഭാഷകളിൽ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ശരൺ കുമാർ ലിംബാലെയും പ്രഭാവർമ്മയുമാണ്. ഓപ്ഷൻ ബി ആണ് PSC പറയുന്ന ആൻസർ. അപ്പോൾ ഇനി മാത്സ് ആണ്. മാത്സ് അങ്ങ് പറഞ്ഞു പോകണേ. 51ാമത്തെ ചോദ്യം ഒരു ശ്രേണിയിലെ 7ാം പദം 0, 27ാം പദം 60 എങ്കിൽ 17ാം പദം എത്രയാണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 30 ആണ്. 52ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 32. അതുപോലെ തന്നെ 53ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 44,100. അതുപോലെ തന്നെ 54ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 24. 55ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 7%. 56ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 45 km/മണിക്കൂറുമാണ്. 57ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ 50 മീറ്ററും. അതുപോലെ തന്നെ 58ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി 115 ഡിഗ്രിയും. 59ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി 110 ആണ്. അതുപോലെ തന്നെ 60ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 15 ദിവസമാണ്. ഇനി ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് 61ാമത്തെ ചോദ്യം ദേ ഡിഡ് നോട്ട് കം ഡാഷ് ദ മീറ്റിംഗ് വാസ് ഓവർ. ആൻസർ ഓപ്ഷൻ ബി അൺടിൽ. 62ാമത്തെ ചോദ്യം ഹീ സ്റ്റിൽ ഡാഷ് ഇൻ ടച്ച് വിത്ത് മോസ്റ്റ് ഓഫ് ഹിസ് ഓൾഡ് സ്കൂൾ മേറ്റ്സ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ കീപ്സ് ആണ്. അതുപോലെ 63ാമത്തെ ചോദ്യം വി ഡാഷ് ഓഫ് കോഫി സോ വി അഡ്ജസ്റ്റഡ് ദ ടീ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി റൺ ഔട്ട് ആണ്. അതുപോലെ തന്നെ 64ാമത്തെ ചോദ്യം ഡാഷ് യു മൈൻഡ് വെയിറ്റിംഗ് ഹിയർ ടിൽ ഐ റിട്ടേൺ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി വുഡ് ആണ് വരുന്നത്. 65ാമത്തെ ചോദ്യം ഹീസ് ഡാഷ് യൂറോപ്യൻ ടൂറിസ്റ്റ്. ഹീസ് എ യൂറോപ്യൻ ടൂറിസ്റ്റ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് PSC പറയുന്നത്. 66ാമത്തെ ചോദ്യം യെസ്റ്റർഡേ ഷാരോൺ ഡാഷ് ടു ദ സ്റ്റേഷൻ ടു മീറ്റ് അനു. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ വെൻ്റ് ആണ്. അതുപോലെ തന്നെ 67ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഓൺ ആണ്. 68 ഓപ്ഷൻ സി ടാക്റ്റേറ്റീവ് ആണ് വരുന്നത്. 69 ഓപ്ഷൻ സി ലൈക്സ് ആണ് വരുന്നത്. 70ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഹോഴ്സ് ആണ് വരുന്നത്. 71ാമത്തെ ചോദ്യം ഓപ്ഷൻ എ വിപരീത പദം എഴുതുക. വിയോഗത്തിൻ്റെ വിപരീത പദം ഓപ്ഷൻ എ സംയോഗം എന്നാണ് വരുന്നത്. 72ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പക്ഷി എന്നാണ്. 73ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ദുർജനം. 74ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി മഞ്ഞ്, നിഹാരം, തുഷാരം. 75 ഓപ്ഷൻ സി ഭൃത്യൻ. 76 ഓപ്ഷൻ ഡി ദിക്കുകളെ ജയിക്കൽ. 77 ഓപ്ഷൻ സി ആ പ്ലസ് അന്നാണ്. ഓപ്ഷൻ 78 ആഖ്യാനമാണ്. അതുപോലെ തന്നെ 79 നാടോടുമ്പോൾ നടുവേ ഓടണം. ഓപ്ഷൻ ഡി ആണ്. 80 ഓപ്ഷൻ ബി കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണ് വരുന്നത്. ഇനി നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് നോക്കേണ്ടത്. സ്പെഷ്യൽ ടോപ്പിക്സ് നമുക്ക് നോക്കിപ്പോൾ 81ാമത്തെ ക്വസ്റ്റ്യൻ ഏത് സാഹചര്യത്തിലാണ് നിർദ്ദിഷ്ട പ്രായത്തിന് താഴെയുള്ള വ്യക്തികൾക്ക് അവരുടെ പ്രവർത്തികൾ ക്രിമിനൽ ഉത്തരവാദിത്തം അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ബി ശൈശവമാണ്. അത് ശരിയാണ്. 82ാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ മാരകമായ മുറിവിൻ്റെ ഉദാഹരണമല്ലാത്തത് നമ്മൾ പറഞ്ഞതാണ്. ഓപ്ഷൻ ഡി 15 ദിവസം കഠിനമായ ശാരീരിക വേദന അനുഭവിക്കേണ്ടി വരുന്ന മുറിവ്. അതുപോലെ തന്നെ 83ാമത്തെ ചോദ്യം താഴെ പറയുന്ന വകുപ്പുകളിൽ 2013 ക്രിമിനൽ ഭേദഗതി നിയമപ്രകാരം പുതുതായി കൊണ്ടുവന്ന കുറ്റകൃത്യങ്ങൾ ഏതെന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ആണ്. 70 307 എയും അതുപോലെ തന്നെ 376 ഡിയും. 84ാമത്തെ ചോദ്യം ഇസഡ് പണമുള്ള തൻ്റെ പേഴ്സ് തട്ടിയെടുത്ത് എ കാണുന്നു. എ പേഴ്സ് എടുക്കുന്നത് ഇസഡിന് പുനഃസ്ഥാപിക്കുന്നു എന്ന ഉദ്ദേശത്തോടെ, എന്നാൽ പിന്നീട് അത് സ്വന്തം ഉപയോഗത്തിന് വിനിയോഗിക്കുന്നു. താഴെ പറയുന്ന എന്ത് കുറ്റകൃത്യമാണ് എ ചെയ്തിട്ടുള്ളത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി സ്വത്തിൻ്റെ സത്യസന്ധമല്ലാത്ത ദുരുപയോഗം. നമ്മൾ പറഞ്ഞതാണ്. അപ്പം 85ാമത്തെ ചോദ്യം നോൺ കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിന് താഴെ പറയുന്നതിൽ ഏത് ബാധകം എന്നാണ്? അതിൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞതാണ്. ഓപ്ഷൻ സി മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവില്ലാത്ത കുറ്റം അന്വേഷിക്കുകയോ വാറണ്ടില്ലാത്ത പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ പാടുള്ളതല്ല. 86ാമത്തെ ചോദ്യം 1973 ക്രിമിനൽ നടപടി ക്രമം സെക്ഷൻ 164 CRPC 164 പ്രകാരം ഒരു കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്താവുന്നത് എപ്പോൾ? അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി അന്വേഷണത്തിനിടയിലോ അതിനുശേഷം, എന്നാൽ എൻക്വയറിയോ വിചാരണയോ ആരംഭിക്കുന്നതിന് മുമ്പ്. 87ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ മേൽപ്പറഞ്ഞ നിർദ്ദേശം ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ 1, 2 ശരി 2 തെറ്റ്, അല്ല 1, 3 ശരി 2 തെറ്റ് എന്നാണ് പറയുന്നത്. 1, 3 ശരി 2 തെറ്റ് എന്നാണ് PSC പറയുന്നത്.
88ാമത്തെ ചോദ്യം 1872 എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 27 പ്രയോഗത്തിൽ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ് അത്യന്താപേക്ഷിതം എന്നാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി നമ്മൾ പറഞ്ഞതാണ്. 1, 4 വിവരം നൽകുന്ന വ്യക്തി പോലീസ് കസ്റ്റഡിയിലായിരിക്കണം. അതുപോലെ തന്നെ വിവരം നൽകിയ വ്യക്തിയുടെ മേൽ ഏതെങ്കിലും കുറ്റം ചുമത്തിരിക്കുക, അത് ശരിയാണ്. അതുപോലെ തന്നെ 89ാമത്തെ ചോദ്യം കോടതി വ്യവഹാരങ്ങളിൽ വിദഗ്ധ സാക്ഷ്യം സ്വീകരിക്കുന്നതിൻ്റെ പ്രാഥമിക ലക്ഷ്യം. അപ്പോൾ എന്താണ്? അപ്പോൾ അത് നമ്മൾ പറഞ്ഞാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സാങ്കേതിക കാര്യങ്ങളിൽ പക്ഷപാതരഹിതവും വൈദഗ്ധ്യമുള്ള അഭിപ്രായങ്ങൾ ജഡ്ജിക്ക് നൽകുന്നതിന്. 90ാമത്തെ ക്വസ്റ്റ്യൻ കേരള പോലീസ് ആക്ടിലെ 29 സെക്ഷൻ 29 എന്താണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം. അതുപോലെ 91ാമത്തെ ചോദ്യം പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങളുടെ അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പൊതുജനങ്ങളിൽ പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരായ വ്യക്തികൾക്ക് പോലീസ് സ്റ്റേഷനിൽ മുൻഗണന നൽകുക. അതുപോലെ തന്നെ 92ാമത്തെ ചോദ്യം 2011 കേരള പോലീസ് ആക്ടിൽ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ അംഗങ്ങളാകുന്നതിൽ നിന്ന് വിലക്കിയിട്ടുള്ള വിഭാഗം ഏതാണ്? അത് നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ സി അഴിമതി, സന്മാർഗിക അധപ്പതനം, പെരുമാറ്റ ദൂഷ്യം എന്നീ കാരണങ്ങളാൽ ഉദ്യോഗത്തിന് നിന്ന് നീക്കം ചെയ്തവരെ. അതുപോലെ തന്നെ അത് നമ്മൾ 93ാമത്തെ ക്വസ്റ്റ്യൻ 1985 നർക്കോട്ടിക് ഡ്രഗ്സ് NDPS ആക്ട് സബ്സ്റ്റൻസ് ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മുൻശിക്ഷയ്ക്കുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകുന്നത്? അപ്പോൾ എൻ്റെ ആൻസർ സെക്ഷൻ 31A ആണ്. അതുപോലെ തന്നെ 96ാം ചോദ്യം 1985 നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം ശിക്ഷാർഹമായ എല്ലാ കുറ്റങ്ങളും എന്താണ്? ആൻസർ ഓപ്ഷൻ സി കോഗ്നൈസബിളും ജാമ്യം ലഭിക്കാത്തതുമാണ്. അതൊരു ചെറിയ ഡൗട്ട് പോലെ ഉണ്ട്. ഏതായാലും പ്രൊഫഷണൽ ആൻസർ വെച്ച് PSC പറയുന്നത് കോഗ്നൈസബിളും ജാമ്യം ലഭിക്കാത്തതുമായിട്ടുള്ളതാണെന്നാണ്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 95 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം അനുസരിച്ച് ഒരു കുട്ടിയുടെ മേൽ ലൈംഗിക ആക്രമണം നടത്തിയാൽ താഴെ പറയുന്നതിൽ ഏത് ശിക്ഷയാണ് ലഭിക്കുന്നത്? അതും നമ്മൾ പറഞ്ഞതാണ്. ഓപ്ഷൻ എ ആണ് പിഴവോട് കൂടി 5 വർഷം വരെ തടവ്. 96ാമത്തെ ചോദ്യം 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് താഴെ പറയുന്നതിൽ ഗൗരവതരമായ ലൈംഗിക ആക്രമണം അല്ലാത്തത് ഏതെന്നാണ്. പക്ഷേ ഇതൊരു ഡൗട്ടായിട്ട് നമുക്ക് പിന്നെയും നിൽക്കുന്നുണ്ട്. എന്തായാലും ഫൈനൽ ആൻസർ കേട്ടെ. പ്രൊവിഷനിൽ വെച്ച് PSC പറയുന്നത് 16 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗിക അതിക്രമമാണ് വരുന്നത്. പക്ഷേ എന്നിട്ട് നമുക്ക് ഡൗട്ട് വരും. പക്ഷേ ഇതെല്ലാം ഒരു ഗൗരവതരമായിട്ടുള്ള ഒരു ലൈംഗികാക്രമണമല്ലേ? 16 വയസ്സ് താഴെയുള്ള ഒരു കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റം, ഒന്നിലവണ ഒരു കുട്ടിക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമണം, അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് നേരെ സംഘം ചേർന്ന് കയ്യേറ്റത്തിലൂടെ ലൈംഗിക അതിക്രമണം. പക്ഷേ ഇതെല്ലാം ഒരു ഗൗരവതരമായിട്ടുള്ളൊരു ലൈംഗിക അതിക്രമണത്തിൽ വരുന്നതല്ലേ? പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നുമല്ല എന്നതാണ് ആൻസറായിട്ട് വരാൻ ചാൻസ് കൂടുതൽ. പക്ഷേ PSC പറയുന്ന ആൻസർ ഓപ്ഷൻ ബി ആണ്. 16 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലുള്ള ലൈംഗിക അതിക്രമം എന്നാണ്. ഈ ക്വസ്റ്റ്യനും 96ാമത്തെ ക്വസ്റ്റ്യനും നമുക്ക് ഫൈനൽ ആൻസർക്ക് വരട്ടെ, എന്നിട്ട് നമുക്ക് അത് ഡിസൈഡ് ചെയ്യാം. ഫൈനൽ ആൻസർക്ക് വരട്ടെ. അപ്പം എനിക്ക് തോന്നി നമ്മൾ ചലഞ്ച് ചെയ്ത് തന്നാലും നോക്കുക. ചലഞ്ച് ചെയ്ത് തന്നവരുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് മൂന്നും നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ അറിയാം. ഓപ്ഷൻ എ ആണ് ഒന്നിലധികം തവണ കുട്ടിക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം ഗൗരവതരമായിട്ടുള്ളത്. അതുപോലെ തന്നെ 16 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലുള്ള ലൈംഗിക അതിക്രമവും ഗൗരവതരമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് നേരെ സംഘം ചേർന്ന് കടന്നുകയറ്റത്തിലൂടെയുള്ള അതിക്രമവും വളരെ ഗൗരവതരമായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് മൂന്നും ഗൗരവതരമായിട്ടുള്ള ലൈംഗിക അതിക്രമമാണ് നമ്മൾ വായിച്ചു നോക്കുമ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ളതും വെച്ച് വരുന്നത്. പക്ഷേ PSC പറയുന്ന ഓപ്ഷൻ ബി ആണ് ആൻസർ. അല്ലാത്ത ഗൗരവതരമല്ലാത്ത ലൈംഗിക അതിക്രമം അല്ലാത്തത് എന്ന് പറയുമ്പോൾ PSC പറയുന്ന ഓപ്ഷൻ ബി ആണ്. പക്ഷെ നമുക്ക് തോന്നുന്നത് ഓപ്ഷൻ ഡി എന്നാണ് വരുന്നത്. എന്തായാലും ഫൈനൽ ആൻസർക്ക് വരട്ടെ. ചലഞ്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ മാക്സിമം ചലഞ്ച് ചെയ്യുക. നിങ്ങൾ ആൻസർ ഡി എഴുതിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇത് ഡിലീറ്റ് ആയി പോകാൻ ചാൻസ് കൂടുതലുണ്ട്. ഒന്നുകിൽ അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് ചേഞ്ച് ചെയ്യാൻ ചാൻസ് കൂടുതലുണ്ട്. അതുപോലെ തന്നെ 97ാമത്തെ ചോദ്യം 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഡാറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ താഴെ പറയുന്നതിൽ ആരാണ് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരായിട്ട് ഉള്ളത്? അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡാറ്റയോ വിവരങ്ങളോ കൈവശം വെക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ ഏതൊരു കമ്പനിയും. 98ാമത്തെ ചോദ്യം 2000 വിവരസാങ്കേതിക നിയമപ്രകാരം അശ്ലീലമായ വിഷയം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ ആയ കുറ്റം താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി വിഷയം വായിക്കുന്നവരുടെയും കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും കാമാത്മകമായ താല്പര്യത്തെ ഉണർത്തുന്ന വിഷയമാണ്. വിഷയം എന്നാണ് PSC പറയുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. 2000 IT ആക്ട് പ്രകാരം അശ്ലീലമായ വിഷയം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ ആയ കുറ്റം താഴെ പറയുന്നതിൽ ഏതാണ്? പക്ഷേ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആൻസർ ലൈംഗികത പ്രകടമാക്കുന്ന പ്രവൃത്തിയോ പെരുമാറ്റവും ഉൾക്കൊള്ളുന്ന വിഷയം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ആൻസർ കീഴിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം
ഇതും ഒരു ചേഞ്ച് വരാൻ ചാൻസ് കൂടുതലാണ്. 99ാമത്തെ ക്വസ്റ്റ്യൻ 2005 വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവരിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്? അപ്പോൾ ഇതും ഒരു ചെറിയൊരു ഇത് വരുന്നുണ്ട്. നമ്മൾ പറയുന്നത് മന്ത്രിസഭാ ചർച്ചയുടെ രേഖകളാണ് വരുന്നത്, മന്ത്രിസഭാ ചർച്ചയുടെ. പക്ഷേ ഇതിൻ്റെ ആൻസർ PSC പറയുന്ന ഓപ്ഷൻ എ ആണ്, ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ. അതുപോലെ 100ാമത്തെ ക്വസ്റ്റ്യൻ വിവരാവകാശ നിയമം അനുസരിച്ച് മൂന്നാം കക്ഷിയിൽ നൽകപ്പെട്ടിട്ടുള്ളതും മൂന്നാം കക്ഷി രഹസ്യമായി കരുതുന്നതും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിന്മേൽ ഡാഷ് ദിവസത്തിനകം മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നോട്ടീസ് നൽകേണ്ടതുമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 5 ദിവസമാണ്. അപ്പം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നമ്മൾ നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതും ഡിലീഷനായി പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിൽ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡൗട്ട് വന്ന തരത്തിലുള്ള ഡൗട്ടല്ല കൺഫ്യൂസിങ് ആയിട്ടുള്ളതും അത് എങ്ങും എത്താത്തതുമായിട്ടുള്ള ഒരു 3 ചോദ്യങ്ങളുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ 2-3 ആൻസറൊക്കെ മിക്കവാറും അതിലൊരു ക്വസ്റ്റ്യന് ഡിലീറ്റായി പോകാനും ആൻസറൊക്കെ അങ്ങോട്ട് ചേഞ്ച് ചെയ്യാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും അധികം ഒന്നും ചേഞ്ച് ചെയ്യത്തില്ല, ഒരു 5-6 മാർക്കൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനേ ചാൻസ് ഉള്ളൂ. അപ്പം ബാക്കി നിങ്ങൾ ആ മാർക്ക് കൂട്ടാതെ, അതായത് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞല്ലോ ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്, ആ മാർക്ക് കൂട്ടാതെ നിങ്ങളൊന്ന് മാക്സിമം പ്രൊവിഷൻ ആൻസർ കീ വെച്ച് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്ക്. അപ്പോൾ എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാക്സിമം ബാക്കിയുള്ള മാർക്കൊന്നും വലുതായിട്ട് ചേഞ്ച് വരത്തില്ല, നമ്മൾ ഈ പറഞ്ഞതൊക്കെയാണ് ചേഞ്ച് വരാൻ ചാൻസ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ മാക്സിമം നിങ്ങൾ അതൊന്ന് നോക്കുക. അപ്പോൾ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പ്രൊവിഷൻ ആൻസർ കീ വെച്ചൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പം ഇതിൻ്റെ PDF ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഇടാം. ഞാൻ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നിങ്ങളൊന്ന് മാർക്ക് നോക്കിയിട്ട് നിങ്ങളൊന്ന് നോക്കൂ. അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു, 40-40 മുകളിലൊക്കെ മേടിച്ചവരുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഫിസിക്കലിന് പോയി തുടങ്ങുക. നിങ്ങൾ വെറുതെ ഇരിക്കല്, ഫിസിക്കലിന് പോയി തുടങ്ങുക. അതുപോലെ തന്നെ വുമൺ സിവിൽ പോലീസ് ഓഫീസർ എഴുതുന്നവർ മാക്സിമം SCRT ബേസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഫോക്കസ് ചെയ്യുക. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് മാക്സിമം ഫോക്കസ് ചെയ്യുക. GK പാട്ടും കറണ്ട് അഫെയറും എല്ലാം നമ്മൾ കറണ്ട് അഫെയറിൻ്റെ ക്ലാസ്സസ് നമ്മുടെ ഇതിനകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ കറണ്ട് അഫെയറിൻ്റെ ക്ലാസ്സസ് നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് നിങ്ങൾക്ക് വേണ്ടി WCP എഴുതുന്ന കൂട്ടുകാരികൾക്ക് വേണ്ടി ക്ലാസ് ഞാൻ ചെയ്യുന്നതാണ് ഉടനെ തന്നെ. അപ്പം താങ്ക് യു.